അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഒരു 12 മണിയായി കേട്ടോ. ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം ഞാനിപ്പോൾ ഒരു ജ്യൂസ് ആക്കാൻ പോവാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏകദേശം ഞാൻ തോലൊക്കെ പൊളിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട് അമ്മേ. അപ്പോൾ മമ്മിക്ക് വേണ്ടിയാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. മമ്മി പറയുന്നു ഞാൻ മമ്മിക്കൊന്നും ചെയ്യുന്നില്ല എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ജ്യൂസ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഇങ്ങനെ തോല് വെച്ചിട്ട് പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതെന്ത് ചെയ്യണം? ഇത് ഇളക്കണം. ഇളക്കി ഇങ്ങനെ ഇളക്കിയിട്ട് അത് കണ്ട ജ്യൂസ് ഉണ്ടാക്കാൻ ഞാനാണ് പറഞ്ഞത് കേട്ടോ. ഇവനാണ് എന്റെ കാവൽക്കാരൻ. അവനാണ് എല്ലാവരും പോയി കഴിഞ്ഞാല് അപ്പം നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ മമ്മി എന്നെ മതി. ഇത് നമുക്ക് ഈ കുരു എടുത്തിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ പകുതി മമ്മിയാണ് കട്ട് ചെയ്തത്, ബാക്കി ഞാൻ പ്രശ്നം കാണിക്കുക. ഇങ്ങനെയല്ലേ? അറിയാൻ പോലും അറിയത്തില്ല. ഇങ്ങനെ കട്ട് ചെയ്യണം. ജോലി ചെയ്ത് പഠിക്കണം. അതെ, പെൺകുട്ടികൾ മാത്രമല്ല അറിയാൻ പഠിപ്പിക്കാണ്. കൈ മുറിക്കല്ലേ. ജ്യൂസിൽ ഓറഞ്ച് മാത്രം മതി. മതിയില്ലേ? ജ്യൂസ് അടിക്കാം. ഒന്നും കൂടി ആക്കിയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ഇത് ജ്യൂസ് അടിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ജ്യൂസ് അടിക്കാം. ബാ ജ്യൂസ് അടിക്കാമോ? എങ്ങനെ ജ്യൂസ്? പഞ്ചസാര ഇല്ലാതെ ജ്യൂസ് അടിക്കണം. മമ്മിക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ട്. കഴുകാണ് കേട്ടോ. ഇത് ഫുള്ള് അടിക്കാണ്. ഏതോ വർഷം കഴുകി വെച്ചിട്ടാണ്. പാത്രം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. വാ, ഇനി നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഇടുന്ന കാണുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല രസമുണ്ട്. ഉണ്ടോ? നമുക്കിനി ഇത് അടിച്ചെടുക്കാം. മുകളിൽ പിടിച്ചോ അഥവാ ജസ്റ്റ് എല്ലാം തല്ലി പൊളിക്കുന്നു ഗൈസ്. ജ്യൂസിന്റെ അല്ലേ ഇട്ടത്. പണി കിട്ടിയില്ലേ? വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇടത്തോട്ട് അടിക്കണ്ട. ഞാൻ വലത്തോട്ട് അടിച്ചു. എന്നാടി ജ്യൂസർ എല്ലാം തല്ലി പൊളിക്കുന്നു ഗൈസ്. ജ്യൂസിന്റെ അല്ലേ ഇട്ടത്. പണി കിട്ടിയില്ലേ? വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇടത്തോട്ട് അടിക്കണ്ട. ഞാൻ വലത്തോട്ട് അടിച്ചു. എന്നാടി ജ്യൂസർ അമ്മയും മോളും തമ്മിലുള്ള അടിയാണ്. ഇവിടെ ജ്യൂസ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറയരുത് ചേട്ടനോ. ഓക്കെ, അപ്പൊ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഇട്ടാ പോരെ അമ്മി? വെള്ളം ഇത് നല്ലതാണോ വെള്ളം? യെസ്. കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിരി കുറച്ച് മാത്രം. കാര്യം നല്ല തിക്കായിട്ടോ. കുറച്ച് പഞ്ചസാരയൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഇത് ജ്യൂസ് എടുക്കുന്നതിനോടൊപ്പം ജ്യൂസിന്റെ റായല്ല നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ തന്നെ കൂടെ ഒരുപാട് നമ്മൾ ജ്യൂസ് ആക്കണ്ട. ഇങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്.
ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഒന്ന് ക്ലീൻ ആക്കാം കേട്ടോ. ക്ലീൻ ആക്കട്ടെ. ജ്യൂസായോ? ഞാൻ തരും. അത് ശകലം പാബ്ലോയ്ക്കോ ജ്യൂസോ? മൊത്തം തറയിൽ വീഴാതെ ഒപ്പിയെടുക്കണം. ഇതൊക്കെ എടുത്തോടി. ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഇവിടെയൊക്കെ ഇതായിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ഈച്ചയുടെ ശല്യമാണ്. നമുക്ക് എന്തെങ്കിലും വെച്ച് അപ്പത്തിന് വെച്ച് ക്ലീൻ ചെയ്യണം പെട്ടെന്ന്. ക്ലീൻ ആയോന്നും കൂടി കാണിക്കണം. ക്ലീൻ ആയിട്ടുണ്ട് ഗൈസ്. ക്ലീൻ ആയിട്ട് ഇത് കഴിവാതെ പോയി കേട്ടോ. ക്ലീൻ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് മമ്മിക്ക് ജ്യൂസ് കൊടുക്കാം. മമ്മി ഇവിടെ ഇരിക്കൂ. മമ്മി ഇവിടെ ഇരിക്കൂ. ഇവിടെ ഇരിക്കേ. അമ്മയ്ക്ക് BP ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതൊക്കെ പച്ചിലയും ജ്യൂസും ഒക്കെ. BP ആയതിന്റെ മമ്മിയെ കൊണ്ട് തന്നെ ഇതൊക്കെ ആയിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ. മമ്മി മിണ്ടാതെ കുടിക്ക്. കുടിക്ക്. കണ്ടല്ലോ ആരാണ് ജ്യൂസ് ആരാണ് ജ്യൂസ് ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടല്ലോ. ഇതാണ് BDSന് പഠിക്കുന്ന മകളുടെ ഒരു ഡ്യൂട്ടി കേട്ടോ. ഞാൻ കുടിക്കാൻ പോവുകയാണ് എല്ലാവരുടെയും. ഓക്കെ, താങ്ക് യു. എന്തായാലും ഇത്രയെങ്കിലും ചെയ്തല്ലോ. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്റെ കൂടെ ഒരു കാവൽക്കാരുണ്ട്. ഇവര് കൊടുക്കണ്ടേ? അതിന് പറഞ്ഞെടുത്തട്ടെ. കുടിക്ക് കുടിക്ക് മമ്മി കുടിക്ക്. മൊത്തം കുടിക്കും. ഇത് അരിച്ചില്ല. അരിക്കണ്ട. അത് മൊത്തം ഇറങ്ങേണ്ടതാ. നാല് മൊത്തം. ശാലം കിടന്റെ കൊച്ചിന് കൊടുക്കട്ടെ. നാല് മൊത്തം കുടിക്കണമെന്ന്. കൊച്ചിന് കൊടുക്കാതെ ഒന്നും ചെയ്യില്ല. പാബ്ലോ, ബാ, come, come, come. ഇത് ജ്യൂസ് അല്ല കേട്ടോ, സർബത്താക്കി തന്നിരിക്കുന്നു. ജ്യൂസിന് അങ്ങനെ കുടിക്കണം. അത് നാല് ഇവിടെ സർബത്ത് എന്ന് പറഞ്ഞാൽ നാല് മൊത്തം അരിച്ചതിന് അതിൻ്റെ അത് വേറെ. നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. അപ്പൊ ഇന്ന് വന്നിട്ട് ചോറും സാമ്പാറും ചീരത്തോരനാണ് കേട്ടോ. ചീരത്തോരൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് വന്നിട്ട് മുട്ടയാണ്. മീനിന്റെ മുട്ട വന്നിട്ട് തോരൻ. മത്തിയുടെ മുട്ട വന്നിട്ട് തോരൻ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ആണ്. നമുക്ക് കഴിക്കാം കേട്ടോ. സാമ്പാറും കുറച്ച് ചീരത്തോരനും മുട്ടയും കൂടെ വെച്ചിട്ട് സൂപ്പർ മമ്മി, സൂപ്പർ. സൂപ്പർ അടിക്കാൻ മാത്രം വരും. Where is Pablo? Pablo, come on. കണ്ടാ ഇച്ചിരി പറഞ്ഞു വെച്ചോളൂ. ചുങ്കുടു വാ വാ ബാ ബാ. വയലിന്റെ പാബ്ലോനെ നിക്കണം. നമ്മുടെ പാബ്ലോ കുട്ടൻ ഇവിടെ ടൈമായി കേട്ടോ. യൂറിൻ പാസ് ചെയ്യണം അവന്. അപ്പം ഞാനിപ്പോൾ പുറത്ത് കൊണ്ടുപോകാൻ പോകണവന്. പുറത്തെന്ന് പറഞ്ഞാൽ ഗേറ്റിൻ്റെ പുറത്താണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് രാവിലെയും വൈകിട്ടും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയും കൊണ്ടുപോകണം. 4 നേരം. അപ്പം ഞാനിപ്പം കൊണ്ടുപോവാണ്. ഇവിടെ ഇപ്പം ഡ്രസ്സ് ഉണക്കാനൊന്നും മഴ ആയതുകൊണ്ട് ഇപ്പം ഡ്രസ്സൊക്കെ വെളിയിട്ട് ഇങ്ങനെയൊക്കെ ഇട്ടാണ് ഉണക്കുന്നത്. അതുകൊണ്ടിട്ടോ ഇങ്ങനെയൊക്കെ ഡ്രസ്സൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് പുറത്ത് കൊണ്ടുപോകട്ടെ. നിൽക്കടാ പാപ്പലോ. ഓ പൊക്കോ പൊക്കോ. ഇതാണ് എൻ്റെ ബൗണ്ടറി. ഇവിടെ വരെ കൊണ്ടുവരാറുള്ളത്. അപ്പം എൻ്റെ ബ്രദർ നാളെ വന്നിട്ട് ഹൈദരാബാദ് പോകണം കേട്ടോ. പുള്ളിക്കാരന് അവിടെ ഒരു ജോബ് കിട്ടിയിട്ടുണ്ട് ടീച്ചറായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാളെ ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് പോവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഫുള്ള് നിൽക്കുന്നത്. കാണിച്ചു തരാം കണ്ടോ. ഇത് ഫുള്ള് ഡ്രസ്സാണ് ചേട്ടൻ്റെ. അപ്പം അതൊക്കെ ഉണക്കാൻ വേണ്ടി പുറത്ത് ഭയങ്കര മഴയായതുകൊണ്ട് തന്നെ ഇതൊന്നും ഉണക്കാനുള്ള വഴിയില്ലാത്തത് കൊണ്ട് ഇതിൻ്റെ അകത്ത് ഫുള്ള് ഇട്ടേക്കുവാണ് കേട്ടോ. ഡ്രസ്സും പിന്നെ എൻ്റെ റൂം, ഇതായത് എൻ്റെ റൂം ഇട്ടത്. അപ്പം ഇവിടെയൊക്കെ ഡ്രസ്സ് ഇട്ടേക്കുവാണ്. ഫുള്ള് ഡ്രസ്സാണ്.
ഞാനിന്ന് എണീറ്റത് ലേറ്റ് ആയിട്ടാണ്, വീട്ടിലായതുകൊണ്ട് തന്നെ ലേറ്റ് ആയിട്ടാണ് എണീക്കാറ്. അപ്പോൾ ഹോസ്റ്റലിലാകുമ്പോൾ നമുക്ക് നേരത്തെ എണീക്കണമല്ലോ, കോളേജിലൊക്കെ പോകണം. അപ്പോൾ ഇവിടെ ഞാൻ ഇന്ന് ലേറ്റ് ആയിട്ടാണ് എണീറ്റ ഉടനെ തന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. ഉച്ചക്കത്തെ രാവിലത്തെ ഫുഡും കൂടെ കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് കഴിച്ചു. അതുകൊണ്ട് എൻ്റെ വയറ് ഫില്ലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങി. ഇപ്പോൾ എണീറ്റപ്പോഴത്തേക്കും എണീറ്റപ്പോഴത്തേക്കും ഭയങ്കര എന്താ പറയുക, ഒരു കൊതി, ഒരു വിശപ്പ്. അപ്പം ഞാൻ ഓടി അടുക്കളയിൽ പോയി നോക്കി എന്തെങ്കിലും ഉണ്ടോ. നമ്മളിങ്ങനെ വെറുതെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ക്രേവിങ്സ് ആണ്. അപ്പോൾ വേറെ നമ്മൾ പുറത്തൊക്കെ പോയിക്കാൻ നമുക്ക് അറിയില്ല, പക്ഷെ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഭയങ്കര ക്രേവിങ്സ് ആണ് കേട്ടോ എനിക്ക്. അപ്പം ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്ക് കുറേ തപ്പി ഒന്നും കിട്ടില്ല. ലാസ്റ്റ് ഒരു സാധനം എനിക്ക് കിട്ടി, കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഈ ഒരു ബിസ്ക്കറ്റ് നമ്മുടെ മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ്. ഈ ബിസ്ക്കറ്റിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഈ ഒരു ബിസ്ക്കറ്റ് കാണും. ഇപ്പോൾ ഈ ബിസ്ക്കറ്റ് വാങ്ങിക്കൊണ്ട് വന്ന് കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യത്തില്ല. ഈ ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർക്കൊക്കെയാണ് ഇഷ്ടം. കൊച്ചുകുട്ടികൾ അങ്ങനെ മൈൻഡ് ചെയ്യില്ലല്ലോ, കൊച്ചുകുട്ടികൾ അങ്ങനെ. അയ്യോ, ഇവരിവിടെ കിടന്ന് വൈരഞ്ചാവുന്നുണ്ട് ഈ ബിസ്ക്കറ്റ് കാണിച്ചതുകൊണ്ട്. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് നമ്മൾ മൈൻഡ് ചെയ്യാതെ ഇട്ടേക്കും. പക്ഷേ ലാസ്റ്റ് ഒരു ടൈം ആകുമ്പോഴത്തേക്ക് വീട്ടിൽ കഴിക്കാനൊന്നും ഇല്ലാത്തപ്പോൾ സ്നാക്സൊക്കെ തീരുന്നൊരവസ്ഥ ഉണ്ടാവുമല്ലോ, അപ്പോഴാണ് നമുക്ക് ഈ ഒരു സാധനം കിട്ടണത്. ദൈവതുല്യനെ പോലത്തെ ഈ സാധനം നമുക്ക് കിട്ടും. ദൈവത്തിനെ കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഇവൻ വൈലൻ്റോ ബിസ്ക്കറ്റ് കൊടുക്കട്ടെ, തിന്നോ. അപ്പോൾ അതാണ് ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ കഥ എന്ന് പറയുന്നത്. എന്താ പറയാൻ വന്നത്, അപ്പോൾ അങ്ങനെയാണ്. അപ്പോഴാണ് നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ വാല്യൂ മനസ്സിലാവണത്. ഞാനതിനിപ്പോൾ ഇത്രയും പറഞ്ഞത്. അപ്പോൾ അതാണ്. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് വന്നിട്ട് എനിക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ തിന്നതിനും കാട്ടിലും ഇഷ്ടം ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ മുക്കി തിന്നതാണ്. ചായയിൽ മുക്കി തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ബിസ്ക്കറ്റ്. അതുപോലെ ചായ ഇപ്പോൾ ഇവിടെ ഇടാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ വെള്ളത്തിൽ മുക്കിയിട്ട് ഈ ബിസ്ക്കറ്റ് കഴിക്കട്ടെ. നോക്കൂ, എന്ത് ആ